ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. 2025 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 102. 2025 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 102 ആണ്. 102 ഇന്ത്യയുടെ സ്ഥാനം എന്തില്ല? ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 102 2025. ഓക്കെ. 46ാമത് ആസിയാൻ ഉച്ചകോടി വേദി മലേഷ്യ. 46ാമത് ആസിയാൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? മലേഷ്യ. 46ാമത് ആസിയാൻ ഉച്ചകോടി വേദി മലേഷ്യ. രാത്രിയാത്രയിൽ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യാൻ തയ്യാറാകാത്തവരെ ബോധവൽക്കരിക്കാനായി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ഒരു ഹ്രസ്വചിത്രം വില്ലനാകുന്ന വെളിച്ചം. നോർമലി നമ്മൾ നൈറ്റ് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ ഇത്തിരി വലിയ വാഹനങ്ങളാണെങ്കിൽ ലൈറ്റ് ഡിം ചെയ്ത് തന്നില്ലെങ്കിൽ അത് നമ്മൾ ട്രാവലിങ്ങിൽ ഒരു വില്ലൻ തന്നെയാണ് അല്ലേ, ബുദ്ധിമുട്ടാകും നമ്മൾ ഓപ്പോസിറ്റ് പോകുന്ന ആൾക്കാർക്ക്. അത് വില്ലനാണ്. യെസ്. അപ്പം എന്താണ്? രാത്രിയാത്രയിൽ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യാൻ തയ്യാറാകാത്തവരെ ബോധവൽക്കരിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ഒരു ഹ്രസ്വചിത്രമാണ് വില്ലനാകുന്ന വെളിച്ചം. അടുത്ത ചോദ്യം. 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ലഭിച്ചത് NS മാധവൻ. 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ്. 2025 അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റ്. 2025 അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റ് ഏതാണ്? ശക്തിയാണ്. ശക്തി. ഇതിന് പേര് നൽകിയ രാജ്യം ശ്രീലങ്കയാണ്. 2025 അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റ് ഏതാണ് കുഞ്ഞുങ്ങളെ? ശക്തിയാണ്. ശക്തിക്ക് പേര് നൽകിയ രാജ്യം ശ്രീലങ്കയാണ്. ഈ ശക്തി സംയുക്ത സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസമാണ് ശക്തി. ഇന്ത്യ ഫ്രാൻസ്. ശക്തി, ഗരുഡ, വരുണ, ഓറിയോൺ. ശക്തി, ഗരുഡ, വരുണ, ഓറിയോൺ ഇതൊക്കെ ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടപ്പിലാക്കിയതാണ്. യെസ്. എന്നാൽ ഗരുഡ ശക്തിയാണെങ്കിൽ അത് ഇന്തോനേഷ്യയാണ്. ഗരുഡ ശക്തി. ഓക്കെ. യെസ്. 2025 അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റ് ശക്തിയാണ്. ഇതിന് പേര് നൽകിയത് ശ്രീലങ്ക. ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകൾ എത്രയാണ്? 93. അടുത്തിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ജൂൺ മാസത്തിലെ അപ്ഡേഷൻ വെച്ചിട്ട് 91 എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകൾ ഇപ്പോൾ എത്ര എണ്ണം ഉണ്ടടാ? 93 എണ്ണം ഉണ്ട്. 93. ഏറ്റവും ഒടുവിലായിട്ട് മനുഷ്യനിർമ്മിത തണ്ണീർത്തടങ്ങളായ ഗൂഗിൾ റിസർവോയർ, ഉദയ്പൂർ എന്നിവയെ കൂടെ തിരഞ്ഞെടുക്കുന്നുണ്ട്, റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു. അങ്ങനെ റംസാർ സൈറ്റുകളുടെ എണ്ണം 91 നിന്ന് 93 മാറി. ഈ ഗൂഗിൾ റിസർവോയറും അതുപോലെ തന്നെ ഉദയ്പൂർ തടാകവും ബീഹാറിലാണ്. ഓക്കെ. അപ്പോൾ ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകൾ ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 93. ഇവ ഈ പറഞ്ഞ രണ്ടും ഗൂഗിൾ റിസർവോയർ ആയാലും ഉദയ്പൂർ ആയാലും ഇത് മനുഷ്യനിർമ്മിത വെറ്റ്ലാൻഡ്സ് തണ്ണീർത്തടങ്ങളാണ് എന്ന കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇവിടെ ബീഹാറിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകൾ നിലവിൽ 93 എണ്ണം ഉണ്ട്. 93. ഏറ്റവും ഒടുവിലായി നിലവിൽ വന്ന 2 റംസാർ സൈറ്റുകളാണ് ഗോകുൽ റിസർവോയർ, ഉദയ്പൂർ തടാകം, ബീഹാർ. ഒന്നുകൂടെ പറയട്ടെ. 2025 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 102. 46ാമത് ആസിയാൻ ഉച്ചകോടി വേദി മലേഷ്യ. രാത്രിയാത്രയിൽ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യാതെ തയ്യാറാകാത്തവരെ ബോധവൽക്കരിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ഹ്രസ്വചിത്രം വില്ലനാകുന്ന വെളിച്ചം. 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ലഭിച്ചത് NS മാധവൻ. 2025 അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റ് ശക്തി. ശക്തിക്ക് പേര് നൽകിയ രാജ്യം ശ്രീലങ്ക. ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകൾ 93. ഏറ്റവും ഒടുവിലായി നിലവിൽ വന്ന റംസാർ സൈറ്റുകളാണ് ഗോകുൽ റിസർവോയർ, ഉദയ്പൂർ തടാകം, ബീഹാർ. ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് പുറപ്പെടുവിച്ച സംസ്ഥാനമാണ് ബീഹാർ. ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് പുറപ്പെടുവിച്ച സംസ്ഥാനം ഏതടെ? ബീഹാറാണ്. ഓക്കെ. യെസ്. അപ്പോൾ 2025 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 102 ആണ്. ഓക്കെ. താങ്ക് യു.